വിശേഷമാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആണ് നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വരുന്നത്. നമുക്ക് ആരാണ് മോഹൻ ജോർജ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്നതൊക്കെ ഒന്ന് പരിശോധിച്ച് വരാം. മൂന്നാമത്തെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി. അദ്ദേഹം നിലവിൽ BJP അംഗമല്ല. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് BJP അംഗത്വം നൽകുകയാണ് ചെയ്യാൻ പോകുന്നത്. പാർട്ടിക്കാരനല്ലാത്തയാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായ മണികൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹം ആരാണ്, എന്താണ്, എന്തുകൊണ്ട് സ്ഥാനാർത്ഥി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഔദ്യോഗികമായ പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ചുമതല നിർവഹിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ മോഹൻ ജോർജ്. മലപ്പുറം സ്വദേശിയാണ്, മലപ്പുറം ചുങ്കത്തറ സ്വദേശിയാണ്. ഒപ്പം തന്നെ അവിടെ മർത്തോമ ചർച്ച് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അപ്പോൾ പല വിധത്തിൽ സാമൂഹിക രംഗങ്ങളിൽ ഇടപെടുന്ന ആളാണ് എന്ന് വ്യക്തമാണ്. മണ്ഡലത്തിൽ എങ്ങനെയാണ് BJP വോട്ട് നേടിയിരുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മണ്ഡലത്തിൽ BJP 3 വർഷം കൊണ്ട് ഇരട്ടിയിലധികം വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കണക്കുകളുണ്ട്. കഴിഞ്ഞതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 12,000 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 8,000 വോട്ടുകളായി കുറഞ്ഞു. കഴിഞ്ഞ മുമ്പത്തെ തവണ അവിടെ BDJS ആണ് മത്സരിച്ചത്, കഴിഞ്ഞ തവണ BJP ആണ് മത്സരിച്ചത്. 12,000-ൽ നിന്ന് 8,000-മായി വോട്ട് കുറയുകയാണ് ചെയ്തത്.